2016-17 രജിസ്ട്രേഷൻ വരുന്ന വാഹനം 11,25,000 രൂപക്ക് ക്രിസ്റ്റ കേരള നമ്പർ ആയവൻ കേട്ടോ. 2021 മോഡല് അൾട്ടോ 90 3,20,000 രൂപക്ക് കേട്ടോ. 4x4 ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് 2015 മോഡൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനം വന്ന അതേ കണ്ടീഷനിൽ ചെറിയ മൈനർ ആയാലും 1-2 സ്ക്രാച്ച് മാത്രമേ നിലവിലുള്ളൂ. വെറും 49,000 കിലോമീറ്റർ മാത്രമേ ഇന്നോവ 2013 മോഡൽ കമ്പനി ഇറങ്ങിയ ഒറിജിനൽ ലെതർ സീറ്ററിലെ വാഹനം. വി ഓപ്ഷനിൽ 95,000 കിലോമീറ്റർ മാത്രമേ അടിപൊളി വാഹനം വന്ന അതേ കണ്ടീഷനിലാണുള്ളത്. അതേപോലെ 2011 മോഡൽ 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്ത എ സ്റ്റാർ 1,35,000 രൂപ കേട്ടോ. വി ഓപ്ഷനിൽ 2015 മോഡൽ 10,40,000 രൂപേന്റെ വാഹനം. അതേപോലെ 2015 മോഡൽ 9,25,000 രൂപേന്റെ വാഹനം. ഇതിന്റെയൊക്കെ ഫുള്ള് എന്തൊക്കെ ഡിഫറൻസുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പം നമ്മളെ ഒരു മാസത്തിൻ്റെ മുകളിലായി നമ്മളെ ഷോറൂം കംപ്ലീറ്റ് ജസ്റ്റിങ്ങുകൾ കാണിച്ചിട്ടോ. അപ്പോൾ ഒരുപാട് പുതിയ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ശരിക്ക് 1,35,000 മുതൽ നമുക്കൊരു 30 ലക്ഷം റുപ്യേൻ്റെ വാഹനം വരെ ഇവിടെ നമ്മളത് യാർഡിൽ സ്റ്റോക്ക് ഉണ്ട്. 34 ലക്ഷം വരെയല്ലേ വാഹനങ്ങൾ നമ്മളെ യാർഡിൽ സ്റ്റോക്ക് ഉണ്ട്. ഇന്നോവകൾ ഒരുപാടുണ്ട്. ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നോക്കുന്ന വാഹനങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. വിശേഷം നല്ല ക്വാളിറ്റി ഇന്നോവകൾ, അടിപൊളി ഇന്നോവകൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. 10 രൂപ കൂടുതലായി കാര്യം നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ പറയാം. ഈ ഒരു കണ്ടീഷനിലുള്ള ഇന്നോവകൾ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് കിട്ടൂല. അത്രത്തോളം ഗ്യാരണ്ടിയിൽ നമുക്ക് ഇന്നോവകൾ തരാൻ കഴിയും. ഒരു 1,20,000 49,000 കിലോമീറ്റർ ഓടിയ സെഡ് മാനുവൽ ഉണ്ട് ഇന്നോവ കേട്ടോ. 49,000 കിലോമീറ്റർ അല്ല ഓടിയുള്ളത്. അതേപോലെ 1,20,000 കിലോമീറ്റർ ഓടിയുണ്ട്, 1,17,000 കിലോമീറ്റർ ഓടിയുണ്ട്, 1,48 ഓടിയുണ്ട്. നല്ല ഫുള്ള് ക്വാളിറ്റിയിലെ വാഹനം കേട്ടോ. നിങ്ങൾ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടും എന്തായാലും വാഹനം. ഒരു 10-20 ചിലപ്പോൾ 10-40 റുപ്യ കൂടുതലേ കാര്യം. മാർക്കറ്റ് വില നോക്കിയിട്ട് എന്തായാലും വരാം. നിങ്ങൾക്ക് മാർക്കറ്റ് വിലയില്ല വാഹനം ഇവിടെ ഉണ്ട്. അത് തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയുള്ളത് അതൊക്കെ നമ്മളിതിൽ പറഞ്ഞുതരും. നല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റകൾ സെഡ് മാനുവൽ ഉണ്ട്, വി ഓപ്ഷൻ മാനുവൽ ഉണ്ട്. പിന്നെ സെഡ് ഓട്ടോമാറ്റിക്കൽ വാഹനങ്ങൾ 1-2 വാഹനങ്ങളുണ്ട്. സെഡ് ഓട്ടോമാറ്റിക്കിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് സെഡ് ഓട്ടോമാറ്റിക്. ശരിക്കും സെഡ് ഓട്ടോമാറ്റിക് വരുന്നു പോകുന്നു. ശരിക്കും നമ്മളെ ആൾക്ക് വരെ പറ്റുന്നില്ല. നമ്മൾ അവിടെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിലിടും. അപ്പോൾ തന്നെ ഏകദേശം അഡ്വാൻസ് ആവും. പിന്നെ 1-2 വാഹനങ്ങൾ നമ്മൾ ഇപ്പം വരുന്നുണ്ട് കേട്ടോ. ഒരു 2017 മോഡൽ 1,95,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സ്റ്റൈലിൽ വാഹനം. ആ വാഹനങ്ങൾ വന്ന് കണ്ടാൽ അപ്പോൾ പിന്നെ അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ 2021 സെഡ് ഓട്ടോമാറ്റിക് ഇന്നലെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. പിന്നെ G4 ഓട്ടോമാറ്റിക്കിൽ 2-3 വാഹനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു 2016 ഇന്നലെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ക്രിസ്റ്റ 56,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം, സിംഗിൾ ഓൺഷിപ്പിൽ, G4 മാനുവൽ. അതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് തരാൻ പറ്റും. അപ്പം അതേപോലെ അൾട്ടോ 90 വരെ ഉണ്ട്. പിന്നെ എ സ്റ്റാർ 1,35,000 രൂപക്ക് 5 വർഷത്തെ പുതിയ പേപ്പറിലെ എ സ്റ്റാർ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ വണ്ടി പക്കയാണ് കേട്ടോ. ഫുൾ ഗ്യാരണ്ടിയിൽ തരും. ചെറിയ വിലൻ്റെ വണ്ടിയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി അതിന് എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ വാഹനം കാണിക്കുന്നതിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പറയും കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് സംഭവിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ എടുത്ത് പറയും. അല്ലാത്തൊക്കെ നോർമൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. ഒരു 10, 35, 40ഓളം വാഹനം ഉണ്ടാവും അല്ലേ. 40ഓളം വാഹനങ്ങൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് പിന്നെ ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങളെ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കൺട്രോൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം എന്തായാലും ഇതിലുണ്ടാവും. ഒരുപാട് ചെറിയ വാഹനങ്ങളുണ്ട്. ഈ ടൊയോട്ടയിൽ തന്നെ ഫോർച്യൂണറൊക്കെ 4x4 ഓട്ടോമാറ്റിക് നല്ല ക്വാളിറ്റി വാഹനം ഇന്നലെ സ്റ്റോക്ക് ചെയ്തത് വന്ന അതേ കണ്ടീഷനിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ 4x4 ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനിലായിട്ടാണ് ഇന്ന് ബിസി കാർ സ്പോട്ടിലെ വാഹനം കയറിയിട്ടുള്ളത്. 2 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്, 4 വീല് പിന്നെ മാനുവൽ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ നമ്മൾ വർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ 1-2 കാണിച്ചു കൊടുക്കാനുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അഡ്വാൻസ് ആയതുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്കിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി പെട്ടെന്ന് നമ്മൾ വാഹനങ്ങൾ കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വിറ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കണ്ണൂർക്ക് ഡെലിവറി ഉള്ള വണ്ടിയാണ്. ബ്രൗൺസ് കളറിലായിരുന്നു കേട്ടോ. ബ്രൗൺസ് കളറിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കംപ്ലീറ്റിൽ ബ്ലാക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ആരൊന്നും നോക്കിപ്പോവില്ലേ. ശരിക്കും ഈ സ്റ്റോക്ക് കണ്ടീഷൻ്റെ ലുക്ക് വേറെ തന്നെ കേട്ടോ. കുറേ ആൾക്കാർക്ക് ഫാൻസി ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സ്റ്റോക്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സ്റ്റോക്കിൽ കുറച്ച് റെയറാണ് പോക്ക്. എല്ലാവരും കുറേ മോഡിഫൈ ചെയ്തുകൊണ്ട് ഫ്രണ്ട് ബാക്ക് സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനങ്ങളേക്കാരം എടുക്കാം. അതേപോലെ ഫസ്റ്റ് നിങ്ങൾക്ക് വില കൂടിയ ഇന്നോവകൾ കാണിച്ചു തരാം. ഒരു 2015 മോഡല്. ഇതൊരു 80% കമ്പനി പെയിൻറ്റാണ്. ചെറിയ 1-2 ടച്ചിങ് മാത്രമേ ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളൂ. 2015 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ 1,21,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് 10,40,000 വരും.
അതേ മോഡൽ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഏകദേശം ഫിറ്റിങ്സ് ഒക്കെ അതിലേറെ ഫിറ്റിങ്സ് ഉള്ള വാഹനമാണ്. എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സ്കാറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 1,45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, സിൽക്കി ഗോൾഡിന് ഒന്നും റീപ്ലേസ് ഇല്ല, വേറെ മേജർ ആയിട്ടുള്ള തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സിൽക്കി ഗോൾഡിന് തരുന്ന ഗ്യാരണ്ടി ഈ ഒരു വാഹനത്തിന് നമ്മൾ കൊടുക്കാൻ കഴിയും. 1,00,000 റുപ്യേന്റെ താഴെ ഇതിന് കമ്മിയാണ് ഈ വാഹനത്തിന്. ഇത് നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വാഹനമാണ്. മെക്കാനിക്കലി എഞ്ചിന്, ഗിയർ ബോക്സ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾ ഗ്യാരണ്ടിയിൽ തരാൻ കഴിയും. 1,48,000 കിലോമീറ്റർ, നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ്. നല്ലൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 17 സൈസ് നല്ല അടിപൊളി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഗ്യാരണ്ടിയിൽ തരാൻ കഴിയും കേട്ടോ. ഇത് സാധാ എഞ്ചിനാണ് വരുന്നത്. 9,25,000 രൂപക്ക് 2015 മോഡൽ വി ഓപ്ഷൻ. അതേ മോഡൽ തന്നെയാണ് വി ഓപ്ഷൻ ഈ സിൽക്കി ഗോൾഡ് വരുന്നത്. ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 10,45,000 റുപ്യ ഈ വാഹനത്തിന് വരും കേട്ടോ. ഇതൊക്കെ ടയറൊക്കെ ബ്രിഡ്ജ് സ്റ്റോണിന്റെ ഒരു 90% ഫ്രണ്ട് ഉണ്ട്, ബാക്കിൽ 80% ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും. നിങ്ങൾ ഈ വാഹനം എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, നേരെ കൊണ്ടുപോയി ഓടിക്കുക. വേറൊരു വർക്കും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ പക്ക ജെനുവിൻ. കാരണം നമ്മൾ കിലോമീറ്റർ ജെനുവിൻ അല്ലാത്ത വാഹനങ്ങളെ നമ്മൾ എടുത്ത് പറയട്ടോ. അതൊക്കെ കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. അതേപോലെ Z 2018 മോഡൽ ഈ Z സെക്കൻഡ് ഓണർഷിപ്പ് നിന്നും 3ാമത്തെ ഓണർഷിപ്പിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ, വേറെ ഒന്നും റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്, ലെക്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ, അലോയ്സ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്കാറ്റിങ്ങും LED ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 2,00,000 സംതിങ് ഓടിയിട്ടുണ്ട്. 2.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി, കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ ലെതർ സീറ്റ് അവർ, ഇന്റീരിയർ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ. പക്ക ഒരു കണ്ടീഷനിൽ വരുന്ന വാഹനമാണ്. ഇത് എത്ര മോഡൽ ചോദിച്ചേട്ടാ? 2014 മോഡൽ അല്ലേ? കിലോമീറ്റർ ഓടിയുള്ളത് 1,48. 1,48,000 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. വി ഓപ്ഷൻ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ, വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് നമുക്ക് ഫൈനലായിട്ട് 9,10,000 രൂപ. ഇതൊക്കെ നമ്മൾ സാധാരണ കൊടുക്കണേക്കാളും 10, 20, 30 ഒക്കെ കൂടുതലാണ്. നിങ്ങൾക്ക് മറ്റേ കമ്മിയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് വില കൂടിയ വാഹനങ്ങളാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഒരുപാട് വാഹനങ്ങൾ താഴെ ഭാഗത്തുണ്ട്, അതൊക്കെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് പറ്റിയൊരു വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിട്ടാൽ മതി. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് അവർ നിങ്ങൾക്ക് എടുത്തു വിട്ടുവരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്, ചിലപ്പോൾ വാഹനം കാണാതെയൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഏതൊക്കെ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ വേണ്ടത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വാഹനങ്ങളൊക്കെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എടുത്ത് പെട്ടെന്നുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ PC കാർ സ്പോട്ട് വന്നുകൊണ്ട് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാഹനം മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അതേപോലെ 2015 മോഡൽ ബെൻസിൻ്റെ നല്ല അടിപൊളി അലോയ്സ്, 17 സൈസ് ബെൻസിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, LED ടൈലാമ്പ്, അങ്ങനെ ഫുള്ള് ഫിറ്റിങ്സ് ഏരിയ വാഹനം. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഫൈനലായിട്ട് 9,25,000 രൂപ. ഫിക്സ്ഡ് റേറ്റ് ആട്ടോ, പറയുന്നതൊക്കെ ഫിക്സ്ഡ് റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബാർഗെയിനിങ് കാര്യങ്ങൾ വിളിക്കണ്ട. ഒരുപാട് പിന്നെ നമ്മൾ കുറയൊന്നുമില്ല, പക്കാ ഒരു ഫിക്സ്ഡ് റേറ്റേക്കാരം ഏകദേശമൊക്കെ നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പം ഈ വാഹനം 2015 മോഡലാണ്, വി ഓപ്ഷനാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. വി അല്ല, G4 ആട്ടോ ഈ വാഹനം. G4 ആണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 9,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഇതിൻ്റെ വില നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഈ Z മാനുവൽ 2018 സെക്കൻഡ് ഓണർഷിപ്പിൽ 3ാമത്തെ ഓണർഷിപ്പിലേക്ക് കേരളത്തിൽ നമ്പറായ വാഹനം നമുക്ക് 16 ലക്ഷം റുപ്യക്ക് 15,80,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് 2023 വരെ കമ്പനി കയറിയിട്ടുള്ളൂ. അന്ന് നമ്മൾ ഓടിയിട്ടുള്ളത് 1,95,000 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഇതിൽ കിലോമീറ്റർ കാണുന്നതേ 2,07,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു 3 വർഷമായിട്ട് നമുക്കിതിൽ ഹിസ്റ്ററില്ല. മൊത്തത്തിൽ എഞ്ചിന്, ഗിയർ ബോക്സ് അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരാൻ കഴിയും. അതേപോലെ 2018 മോഡൽ 2,00,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം. പക്കാ ഒരു കണ്ടീഷൻ വാഹനം. എഞ്ചിനൊക്കെ ഫുള്ള് ഗ്യാരണ്ടിയിൽ തരാൻ കഴിയുന്ന വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. ഇത് നമുക്ക് 15.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ. 2018 മോഡൽ തന്നെ. ഇത് V ആണ്, ഇത് Z ആണ്, ഗ്രേ കളർ.
ഇത് നമുക്ക് 15.5 ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഫുള്ള് A to Z കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലെ വാഹനമാണ്. അതേപോലെ ഈ ഒരു വാഹനമൊക്കെ നമ്മൾ കൊടുത്തതാണ്, ഓൾറെഡി കൊടുത്തതാണ്. നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന് ഫുള്ള് വർക്ക്, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, LED ടൈ ലാമ്പ്, ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ, ഫ്രണ്ട് സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ലുക്ക് അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു പ്രവാസി സുഹൃത്തിന് കൊടുത്താണ്. ഇനി ഇതേ മോഡൽ നിങ്ങൾക്ക് വെറും 56,000 കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് വാഹനമുണ്ട്. ഇതേ മോഡലിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാം. അങ്ങനെ വെറും 56,000 കിലോമീറ്റർ കൂടി വണ്ടി കേട്ടോ. പിന്നെ കുറച്ച് ടച്ചിങ് കാര്യങ്ങളൊക്കെ ആ വാഹനത്തുമ്പോൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് ഒരു പക്ക ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് തരാൻ കഴിയും. അത് 2016 മോഡൽ 56,000 കിലോമീറ്റർ മാത്രം കൂടി ആ വാഹനം വേണ്ടവർ താഴെ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾ പറയുന്ന ഇതേ മോഡലിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ആ വാഹനം ഒരു 15,75,000 രൂപക്ക് ഫൈനലായിട്ട് സെയിം വർക്കിൽ 56,000 കിലോമീറ്റർ കൂടി ഉണ്ട്. റേറ്റ് കൂടുതലാണ് കേട്ടോ. ഓൾറെഡി ഈ വാഹനം കൊടുത്ത വാഹനമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു അൾട്ടോ 800 ഉണ്ട്, 2021 മോഡൽ അൾട്ടോ 800. നല്ല അടിപൊളി വാഹനം കേട്ടോ. ഒന്നും റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 ഒരു 90% ഉണ്ട്. ഇത് നമുക്ക് 3,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. 3,25,000 രൂപ കേട്ടോ. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അടിപൊളിയാണ്, പക്ക കണ്ടീഷനാണ്. ആരുടെ ആവശ്യത്തിലേക്ക് വിളിച്ചോളി. ഗ്രേ കളറിൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ മാത്രം ഓടിയവാണ് കേട്ടോ. ഇനി ഫോർച്യൂണർ 2015 മോഡൽ വന്ന അതേ കണ്ടീഷനിൽ 2 വീല് ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു കണ്ടീഷനിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വന്ന അതേ കണ്ടീഷനാണ്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് 11 ലക്ഷം റുപ്യക്ക് 2015 മോഡൽ 11 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. ഇനി ഒരു കോളീസ് ഉണ്ട്, ഒരു 2000 മോഡൽ കോളീസ് ഉണ്ട്. അതിങ്ങനെ നമ്മളെപ്പോഴും അപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ വാഹനം ഇടാൻ സ്ഥലമില്ലായിട്ടേ ഇതിലൊക്കെ ഫുള്ള് ഷീറ്റ് കെട്ടിയിട്ട് അങ്ങനെ നിരത്തിയിട്ടാണ്. നമ്മുടെ പുതിയ ഷെഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനം ഫുള്ള് നിറഞ്ഞ് കിടക്കണം നമ്മളെ യാർഡിൽ. ഒരു 2000 മോഡൽ കോളീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് എഞ്ചിനൊക്കെ അടിപൊളിയാണ്, പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത വാഹനമാണ്. മേജർ പിന്നെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വേണ്ടവർ വിളിച്ചോളൂ. ടയർ ഭാഗം കുറച്ച് കമ്മിയുണ്ട്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ പക്ക വർക്കിംഗ് ആണ്. 10 സീറ്റ് വാഹനമാണ്. 1,35,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ടാക്സ് വരുന്നത് സെപ്റ്റംബറിലാണ്. നിങ്ങൾക്ക് ഒരു 4,000 റുപ്യ ടാക്സ് സെപ്റ്റംബറിൽ നിങ്ങൾ അടക്കേണ്ടി വരും. 4,000 റുപ്യ വരുള്ളൂ കേട്ടോ. സെപ്റ്റംബറിൽ അടക്കേണ്ടി വരും. ആവശ്യക്കാരൻ്റെ വിളിച്ചോളി. അപ്പോൾ താഴത്ത് ഒരുപാട് നല്ല അടിപൊളി വാഹനങ്ങളുണ്ട്. ചെറിയ വാഹനങ്ങൾ കൊണ്ടവർക്ക് ചെറിയ വാഹനങ്ങളുണ്ട്. ഇനി ഇന്നോവകളൊക്കെ സെഡിൽ നല്ല അടിപൊളി വാഹനം താഴത്തുണ്ട് കേട്ടോ. ഇനി 2014 മോഡൽ Z ഓപ്ഷനിൽ 1,21,000 കിലോമീറ്റർ മാത്രം കൂടി വാഹനം. പക്ക കണ്ടീഷൻ, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല, ഒന്നും പറയാനില്ലാത്ത വാഹനം. അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി വരുന്ന സ്റ്റിക്കറാണ് കേട്ടോ. സ്റ്റിക്കർ കാര്യങ്ങൾ സെഡിൽ വരുന്നതാണ്. ഈ ഒരു വാഹനം 1,21,000 ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്കയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് പിന്നെ 9,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. അത്രയും ക്വാളിറ്റി ഉണ്ട് ആ വാഹനം. പിന്നെ അതേപോലെ Z തന്നെ 2015 മോഡൽ ഒരു പക്ക കണ്ടീഷൻ വാഹനം കേട്ടോ. അത് ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,21,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല. പിന്നെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപാര ബോഡി ക്വാളിറ്റിയിലെ വാഹനമാണ്. 2015 ഇറങ്ങുമ്പോൾ അല്ലേ അതേ സീറ്റ് ഓവർ ഉണ്ട് അതിൽ. ഈ സെഡിലുള്ളത് 2015 ഇറങ്ങുമ്പോൾ അല്ലേ അതേ സീറ്റ് ഓവർ, ഒന്നും ആയിട്ടില്ല. ടയറൊക്കെ ഒരു 80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 10,40,000 രൂപ. 2015 മോഡൽ Z പാർട്ടി ഉണ്ടെങ്കിൽ വിളിച്ചോളി. അതേപോലെ 2014 മോഡൽ V ഓപ്ഷൻ ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി കൊടുത്ത വാഹനമാണ്. പാർട്ടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയ 2013 Z എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയും വിശ്വാസത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടിയാണ് ഈ വാഹനം. 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എന്നുള്ളത്. കൂടുതൽ ഫുള്ള് കമ്പനി പെയിൻറ്റ് തന്നെ വരാം. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബമ്പറിൻ്റെ ഭാഗത്ത് എവിടെയോ നമ്മൾ ചെറിയ ടച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്രിസ്റ്റൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 90, 70, 75, 80% ടയർ ഭാഗങ്ങളുണ്ട്. അപ്പോൾ 49,000 കിലോമീറ്റർ ഓടിയ Z, ചെറിയ ലോ കിലോമീറ്റർ ഓടിയ വാഹനം. ഇതൊക്കെ ഒരു കേരള വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും Z ഓപ്ഷനിൽ 2013 മോഡലിനൊക്കെ നിങ്ങൾ എന്തായാലും ഒരു 10,4 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. ഇത്ര ക്വാളിറ്റിയിലുള്ള വാഹനത്തിന്. അവർ ഒറിജിനൽ കേരള തന്നെ വെല്ലുന്നൊരു വാഹനം കേട്ടോ അല്ലേ. അത്രയും ക്വാളിറ്റിയിൽ കൊടുക്കാൻ ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിൽ പഞ്ചാബ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് തന്നെയാണ്. 9,40,000 രൂപ കേട്ടോ. 49,000 കിലോമീറ്റർ ഓടിയ വാഹനം 9,40,000 രൂപക്ക്. ഇതൊരു ഒറിജിനൽ കേരള വാഹനമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 11 ലക്ഷം റുപ്യനകത്ത് റേറ്റ് എന്തായാലും വാങ്ങും.
ഒരു മോഹ വിലയാണ് ഇതിനൊക്കെ. അപ്പോൾ റേറ്റ് കൂടുതലാണ്, അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. അതേപോലെ G4 ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്ത വാഹനം അല്ലേ, ഇത് നമ്മൾ ഓൾറെഡി കൊടുത്ത വാഹനമാണ്. 2019 മോഡൽ അല്ലത്, 2019 മോഡല് വന്ന അതേ കണ്ടീഷനിൽ കേട്ടോ, ഒന്നും ചെയ്തില്ല. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കളർ ചേഞ്ചിങ് ഒക്കെ വേണ്ടവർക്ക് കളർ ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഫൈനലായിട്ടേ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. 1,85,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത്. നമുക്ക് ബ്ലാക്കിൽ വേണ്ടവർക്ക് നമുക്ക് ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതല്ല സിൽവർ കളറിൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ഇത് ചെറിയ ചെറിയ വർക്ക്, 1-2 ചെറിയ ടച്ചിങ് ഉള്ളൂ. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് പക്ക കണ്ടീഷൻ ആക്കാൻ കഴിയും കേട്ടോ. Type 3ലേക്ക് ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു കണ്ടീഷനിൽ ഇനി ടച്ച് ചെയ്ത് ഫുള്ള് പോളിഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാൻ കഴിയും. നമുക്ക് 14,60,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. 14,60,000 രൂപയ്ക്ക് മെക്കാനിക്കൽ സൈഡൊക്കെ ഫുൾ ഫിറ്റ് വണ്ടിയാണ് കേട്ടോ. അതേ മോഡൽ ഇവിടെ 2017 മോഡൽ 16 മോഡൽ വി ഓപ്ഷൻ ഉണ്ട്. കുറച്ച് പൊടിയായി കിടക്കേണ്ടത്. NOCക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ NOC ഒക്കെ ഇഷ്യൂഡ് ആയിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട്. NOC കുറച്ച് വെയിറ്റിംഗ് നമുക്ക് വന്നുകൊണ്ടാണ് ഇത് നമ്മൾ കാണിച്ചു കൊടുക്കാഞ്ഞത്. അപ്പോൾ NOC ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് 13,35,000 രൂപയ്ക്ക് കേരളത്തിൽ നമ്പറായി കൊടുക്കാൻ കഴിയും. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ചെയ്യുന്നു, തേർഡ് ഓണർഷിപ്പിലേക്ക് NOC എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് 2019 മോഡൽ തന്നെ, 2019 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് ചെറിയ സ്ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് എന്തായാലും നമ്മൾ മാറ്റി കൊടുക്കും. ഇത് നമുക്ക് ഫൈനലായിട്ട് 14,60,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. കിലോമീറ്റർ ഓടിയുള്ളത് 1,50,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. അതേപോലെ ഓട്ടോമാറ്റിക്കൽ വാഹനം അന്വേഷിക്കുന്നവർക്ക് 2017 മോഡൽ ഓട്ടോമാറ്റിക് G4 വേരിയൻറ്റ്. കിലോമീറ്റർ ഓടിയുള്ളത് 2,20,000 കിലോമീറ്ററാണ്. നമുക്ക് 14,60,000 രൂപയ്ക്ക് Type 3ലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം കേട്ടോ. ഇനി നമുക്ക് 16, 17 ഇനോവ ക്രിസ്റ്റയിൽ നോക്കുന്നുണ്ടെങ്കിലേ 16 മോഡൽ 17 റേസർ നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമായിരുന്നു. 4ാമത്തെ ഓണർഷിപ്പിലേക്ക് കേരളത്തിൽ നമ്പറാക്കിയ വാഹനം കേട്ടത്. നിങ്ങൾക്ക് ഒരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 11,25,000 രൂപയ്ക്ക് നമുക്ക് 2016, 17 റേസറെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ, ഒന്നും ചെയ്തില്ല. ഓൾ ഒറിജിനൽ, ഓൾ കമ്പനി പെയിൻറ്റ്. ഓൾ ഒറിജിനൽ പറഞ്ഞാൽ ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ, ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. ഫുള്ള് കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം. വന്ന അതേ കണ്ടീഷനിൽ നമ്മളൊന്നും ചെയ്തില്ല, വാഷ് വരെ ചെയ്തില്ല. ഫുള്ള് കമ്പനി പെയിൻറ്റ് കേട്ടോ. ഇതിപ്പോൾ മൈനറായാലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. ബമ്പറും വരെ ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ എത്ര വൃത്തിയിൽ വരുന്ന ക്വാളിറ്റിയിൽ വരുന്ന വാഹനങ്ങളൊക്കെ വളരെ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. ഇത് നമുക്ക് കേരളത്തിൽ ഇനി ചെറിയ ചെറിയ മൈനറായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം വെറും 98,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം കേട്ടോ. വി ഓപ്ഷനിൽ 98,000 കിലോമീറ്റർ കറക്റ്റ് 2026 വരെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം. ഇത് നമുക്ക് ഫൈനലായിട്ട് 16,20,000 രൂപക്ക് ഒന്ന് ടച്ചിങ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന യഥാർത്ഥ വിസ്കോ നമ്പർ ആക്കിയിട്ട് 16,20,000 രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇനി ഓട്ടോമാറ്റിക് ക്രിസ്റ്റൻ കാണിച്ചു കൊടുക്കാം. നമുക്ക് ശരിക്കും വാഹനം ഇടാൻ സ്ഥലമല്ല, കംപ്ലീറ്റ് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും കംപ്ലീറ്റ് വാഹനം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൽ 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമ്പറായ വാഹനം 2,17,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. 15,75,000 രൂപയ്ക്ക് 2019 ഓട്ടോമാറ്റിക് കേട്ടോ. അതേപോലെ 2019 തന്നെ ഇവിടെ വേറൊരു വാഹനമുണ്ട്, മാനുവൽ, നല്ല ക്വാളിറ്റി വാഹനം. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല, ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറൊരു തട്ടുമുട്ട ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമ്പറായി. ഇതൊക്കെ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു ഫോർച്യൂണർ ഉണ്ട്. 2-3 ഫോർച്യൂണർ പരിചയപ്പെടുത്താം. ഈ ഫോർച്യൂണർക്ക് ഓൾറെഡി കൊടുത്തതാണ് കേട്ടോ, ഫുള്ള് വർക്ക് എടുത്തുകൊണ്ട് കൊടുത്തതാണ്. അതൊക്കെ പ്രവാസികളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത വാഹനങ്ങൾ ഒരുപാട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന വാഹനങ്ങൾ കയറ്റാൻ സ്ഥലമല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, വരുന്ന വാഹനങ്ങൾ കയറ്റാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതെ, കൊടുത്ത വാഹനങ്ങൾ നടക്കുന്നത്. അപ്പോൾ 2014 മോഡൽ അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. 3ാമത്തെ ഓണർഷിപ്പിലേക്ക് 4ാമത്തെ ഓണർഷിപ്പിലേക്ക് NOC എടുത്തിട്ടുണ്ട്. KL18ലേക്കാണ് NOC എടുത്തിട്ടുള്ളത്. 2,20,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ 1-2 ചെറിയ ചെറിയ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്രോണിൻ്റെ സൈഡോ ചേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 12,90,000 രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ നമ്പറാക്കിയിട്ട് 5 സ്പീഡ് ഗിയർ ബോക്സിൽ വരുന്ന വാഹനം കേട്ടോ. അതേപോലെ 2 വീലർ ഓട്ടോമാറ്റിക്. ഇതൊക്കെ നിങ്ങൾക്ക് മെക്കാനിക്കലൊക്കെ ഫുൾ ഗ്യാരണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക്
നമ്പർ ആക്കിയിട്ട് ഉണ്ട് കേട്ടോ. അവിടെ നമ്പർ ആക്കിയാണ്ട് ഓടിക്കൊണ്ട് നിൽക്കുന്നൊരു വാഹനമായിരുന്നു. നിങ്ങൾക്ക് ബ്ലാക്കിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കളർ റയറാണ്, നല്ല രസമുള്ള കളറാണ്, അടിപൊളി കളറാണ്. ഇനി ബ്ലാക്കിൽ ചെയ്യണമെങ്കിൽ ബ്ലാക്കിലൊക്കെ ചെയ്യുക. ഇത് 2,75,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. അപ്പോൾ ഈ വാഹനം ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഫുള്ളാണ് കേട്ടോ. 4 ടയറും ഫുള്ള് ടയറും തന്നെ പറയാം. ഇത് നമുക്ക് ഫൈനലായിട്ട് 10,40,000 രൂപക്ക് നമ്പറായ വാഹനം 2012 കൊടുക്കാൻ കഴിയും. ഒരു ഓഡി A4 ഉണ്ട്. ഈ A4 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ആരെയും നോക്കുന്നുണ്ട് വിളിച്ചോളി. കുറച്ച് സസ്പെൻഷൻ്റെ പണി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പക്കാ ഒരു കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് 8,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് വാഹനം കൊടുക്കാം കേട്ടോ. 8,50,000 രൂപയ്ക്ക് ഫൈനലായിട്ട്. അതേപോലെ ഒരു ഫോർച്യൂണർ 2 വീല് ഓട്ടോമാറ്റിക് 2012 മോഡൽ ഓണർഷിപ്പ് 5 ആയിക്കണ്. ഇത് നമ്മളൊരു പാർട്ടിക്ക് കൊടുത്തിരുന്നു. പാർട്ടി ഒരു വർഷം ഉപയോഗിച്ചാണ്ട് വീണ്ടും നമ്മളത്തേക്ക് വന്നു. അവർക്കൊരു ക്രിസ്റ്റ അല്ലെങ്കിൽ ഒരു ന്യൂ മോഡൽ ഫോർച്യൂണർ വേണം പറഞ്ഞിട്ട് പ്രവാസിയാണ്. ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട്. മെക്കാനിക്കലൊക്കെ അത്രത്തോളം ഗ്യാരണ്ടിയിൽ ഈ വാഹനം തരാൻ കഴിയും കേട്ടോ. അത്രയും ഗ്യാരണ്ടിയിൽ മെക്കാനിക്കൽ തരാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക്കലി 2 വീല് കുറഞ്ഞ ബഡ്ജറ്റിലായിരുന്നു നോക്കുന്നുണ്ടെങ്കിൽ 11,00,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് വാഹനം കൊടുക്കാൻ കഴിയും. 11,00,000 രൂപയ്ക്ക് ഫിക്സ്ഡ് ആക്കിയിട്ട് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് കേട്ടോ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ 4x4 ഓട്ടോമാറ്റിക് ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. ഉള്ള ഒറിജിനൽ കമ്പനി പെയിൻറ്റ്, ടച്ചിങ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട്. A to Z കറക്റ്റ്. ഇതുവരെ 8 ബോൾട്ട് മാറ്റിക്കണമെങ്കിൽ ആ കമ്പനി നല്ലത് മാറ്റിയില്ല. 2,10,000 കിലോമീറ്ററാണ് ഓടിയുള്ളത്. പേൾ വൈറ്റിൽ വരുന്ന വാഹനം, പക്ക ഒരു കണ്ടീഷനിൽ വരുന്ന വാഹനം കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 40%. ഈ ഒരു വാഹനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. വന്ന അതേ കണ്ടീഷനിലേതുണ്ട്, നമുക്കൊന്നും ചെയ്യാല്ല. വന്ന അതേ കണ്ടീഷനിലൊക്കെ എത്ര ക്വാളിറ്റിയിൽ വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ലക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് പെയിൻ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നുള്ളത് വേറെ ഒന്നും ചെയ്യല്ല. ഇതിൻ്റെ സീറ്റ് കവറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കമ്പനി ഇറങ്ങുമ്പോൾ ആ ഒറിജിനൽ സീറ്റ് കവറല്ലേ, ഒന്നും ആയിട്ടില്ല. 4x4 റയർ പീസാണ്. ഓട്ടോമാറ്റിക് 4x4 ഫോർച്യൂണർ നോക്കുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് എടുത്തോളൂ ഈ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പാണ്. കറക്റ്റ് A to Z കറക്റ്റ് കമ്പനി ഹിസ്റ്ററില്ല വാഹനം കേട്ടോ. വന്ന അതേ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് ഈ വാഹനമൊക്കെ കാണിച്ചിരുന്നത്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും കണ്ടീഷനിലാണ് ഈ വാഹനം നമുക്ക് വന്നുള്ളത്. ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ബോഡിമിലൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റിയുള്ള വാഹനം. അപ്പോൾ 4x4 ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി, 2,10,000 കിലോമീറ്റർ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഇത് ഈ ഒരു ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഫുള്ള് ടച്ച് ചെയ്തിട്ടൊന്ന് പോളിഷ് ചെയ്ത്, ഫുള്ള് ടച്ച് ചെയ്യാൻ ഈ ഒരു ഫൈബർ പോർഷൻ മാത്രമേ ടച്ച് ചെയ്യാനുള്ളൂ. മെറ്റൽ ബോർഡിൻ്റെ ഏതൊരു ഭാഗത്തും ടച്ചിങ് കാര്യങ്ങൾ ചെയ്യാനില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ കേട്ടോ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനലായിട്ട് 15,50,000 രൂപയ്ക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. 15,50,000 രൂപയ്ക്ക് കേരളത്തിൽ നമ്പറാക്കി കൊടുക്കാൻ കഴിയും. ഒന്നും നോക്കാമല്ല, പക്ക കണ്ടീഷൻ വാഹനം. അതേപോലെ നിങ്ങൾക്ക് റിഡ്സ് വേണോ? റിഡ്സിൻ്റെ കൂടെ 2014-15 റേസർ KL 71 1,20,000 കിലോമീറ്റർ ഓടിയുള്ളത്. മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് വാഹനം. ടയറൊക്കെ ഫുള്ളാണ്. പെട്രോൾ എഞ്ചിനാണ്. 1-2 ചെറിയ സ്ക്രാച്ച് ഉണ്ട്. പാർട്ടിയിൽ നിന്ന് ഡയറക്റ്റ് വന്നാണ്, ഒന്നും ചെയ്തില്ല. ഇതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് 3,25,000 രൂപ. ഒരു റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമുക്കൊരു ജീപ്പ് കോമ്പസിൻ്റെ കൂടെ 2017 മോഡൽ ജീപ്പ് കോമ്പസ് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് ബ്ലാക്കാണ്, ഡുവൽ ടൂൺ കളറാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇത് നമുക്ക് ഫൈനലായിട്ട് 9,40,000 രൂപ കൊടുക്കാം. ഈ ഒരു ഹെഡ്ലൈറ്റിൽ ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. വേറെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതേപോലെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ 2013 മോഡൽ 13 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 1,46,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം നമുക്ക് 3,35,000 രൂപയ്ക്ക് ചെറിയ ടച്ചിങ് ചെയ്യാനുണ്ട്. ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് 3,35,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഇവിടെ സെഡാൻ സെഗ്മെൻറ്റിൻ്റെ ഒരു ഹോണ്ട സിറ്റി ഉണ്ട് കേട്ടോ സ്റ്റോക്ക്. ഹോണ്ട സിറ്റി പിന്നെ 1,60,000 കിലോമീറ്റർ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഡീസൽ എഞ്ചിനിൽ SV വേരിയൻറ്റിൽ വരുന്ന വാഹനം കേട്ടോ. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,90,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ്. ഇത് നമുക്ക് 2010 വാഹനമായിരുന്നു. ഇത് നമ്മൾ പാർട്ടിക്ക് ഓൾറെഡി കംപ്ലീറ്റ് വർക്ക് ചെയ്ത് നമുക്ക് കണ്ണൂർക്ക് ഓൾറെഡി കൊടുത്ത വാഹനമാണ്. അതേപോലെ പർപ്പിൾ കളറിൽ വേറൊരു വാഹനമുണ്ട് ഇവിടെ V ഓപ്ഷനിൽ. ഇത് നമ്മൾ ഓൾറെഡി കൊടുത്ത വാഹനമാണ്. കാസർഗോഡ് കൊടുത്ത വാഹനമാണ്. അതേപോലെ അവിടെ കിടക്കുന്ന വാഹനങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഇന്നോവകളൊക്കെ കംപ്ലീറ്റ് കൊടുത്താണ് പ്രവാസികളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതേപോലെ എറ്റിയോസ് 2015-16 രജിസ്റ്റർ വാഹനം. 75,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. 3,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ A സ്റ്റാർ നല്ല അടിപൊളി. ഈ ചെറിയൊരു ബഡ്ജറ്റിലേ ഒരു 1.5 രൂപ ബഡ്ജറ്റിൽ
ഇത്ര കണ്ടീഷനിൽ വരുന്നൊരു വാഹനം പിന്നെ ഇത്രയും ഓടിക്കാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് 5 വർഷത്തെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് 1,30,000 രൂപക്ക് 35,000 രൂപ അല്ലേ, 1,35,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര ഫീച്ചേഴ്സിൻ്റെ വാഹനം എസ്റ്റാർ ഉപയോഗിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും നമുക്ക് യാത്ര ചെയ്യാനൊക്കെ അത്രയും സുഖമുള്ള വാഹനമാണ്. 4 പവർ വിൻഡോ, AC, പവർ സ്റ്റാറിങ്, പിന്നെ എക്സ്ട്രാ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1,35,000 രൂപക്ക് 5 വർഷത്തെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ കഴിയും. അതേപോലെ ടറാനോ ഡീസൽ എഞ്ചിനിൽ 85-ൽ 1,25,000 കിലോമീറ്റർ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം നമുക്ക് ഫൈനലായിട്ട് 3,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. 2018 മോഡൽ CNGയിലെ i20 2018 മോഡൽ നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. 1,54,000 കിലോമീറ്റർ ഓടിയുള്ളത്. ഒരു ബാക്ക് ഡോറും ഡിക്കി റീപ്ലേസ് മേജറായിട്ടുള്ള തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. അതേപോലെ നമുക്കൊരു ഹോണ്ട അമേസിൻ്റെ കൂടെ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലെ വാഹനം, ഫുൾ ഒറിജിനൽ വാഹനം, പക്ക കണ്ടീഷൻ വാഹനം. നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ കഴിയും. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ബെൻസ് സ്റ്റോക്ക് 1 വർഷമായിട്ട് നമ്മളെ കയ്യിലുള്ള വാഹനമാണ്. ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ NOC ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. NOC ഒക്കെ ഓക്കെ ആയി. സിംഗിൾ ഓണർഷിപ്പിൽ നിന്ന് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് NOC എൻ്റെ പേരിലെടുത്തൊരു വാഹനമാണ്. 1 വർഷമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇത് നമുക്ക് 2014 മോഡലാണ് വരുന്നത് കേട്ടോ. 2014 മോഡൽ റീപ്ലേസ്മെൻറ്റ്, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. E250 ആണ് ബെൻസിൽ വരുന്നത് കേട്ടോ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് നമുക്ക് ഫൈനലായിട്ട് നമ്പർ ആക്കിയിട്ട് നമുക്ക് 12,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. സെക്കൻഡ് ഓണർഷിപ്പ് കൊടുക്കുന്ന വാഹനമാണ്. അതേപോലെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്, കണ്ണൂർക്ക് സെയിലായി. ഇത് 2016 മോഡൽ ഓൾറെഡി നമ്മൾ കൊടുത്ത വാഹനമാണ് കണ്ണൂർക്ക്, പിന്നെ പ്രവാസിന് വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ 2016 മോഡൽ ZL ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഈ ഒരു ഷെഡ് നിന്ന് തുടങ്ങി കേട്ടോ. ഈ ഒരു ഷെഡ് നിന്ന് തുടങ്ങി നമ്മൾ അപ്പുറത്ത് ഷെഡ് ഇട്ട് ഇവിടെ ഒരു ഓഫീസ് ഇട്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് റബ്ബർ ചെയ്യുന്നു. ആ കംപ്ലീറ്റ് റബ്ബറൊക്കെ മുറിച്ച് കംപ്ലീറ്റ് വാഹനം നിരത്തി കിടക്കണം. നമ്മളെ മുറ്റത്ത് ഇപ്പോൾ ഇടാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ്. നമ്മൾ പുതിയ യാർഡിൻ്റെ വർക്കുകൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു 2-3 മാസം കൊണ്ട് നമ്മൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു സ്ഥലങ്ങളും ഈ ഒരു വാഹനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പുതിയ പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് കയറുന്നത് അവിടെ കയറ്റും. അപ്പോൾ നമ്മൾ ഈ കാണിച്ച വാഹനങ്ങൾ എല്ലാം നമ്മളെ PC കാർ സ്പോർട്ടിൻ്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കുക അല്ലേ. ഒന്നും ഒരു പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്രയും ഗ്യാരണ്ടിയിൽ തരാൻ കഴിയുന്ന വാഹനമാണ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കണം എന്നുള്ളൊരു മൈൻഡ് വേണം. നമ്മൾ പുതിയൊരു വാഹനം ഷോറൂമിൽ നടക്കല്ല. മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കുക. മേജറായിട്ട് ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ മൈനർ കംപ്ലൈൻറ്റുകളൊക്കെ ഇല്ലാതെ ഒരു സെക്കൻഡ് വാഹനങ്ങൾ കിട്ടില്ല. ഇല്ലാതെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ചെയ്യും. അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ എന്തായാലും മറുപടി കിട്ടും. ഒരുപാട് കോളുകൾ വരുന്നതാണ്. അപ്പോൾ ഏകദേശം വാഹനത്തിൻ്റെ ഡീറ്റെയിലൊക്കെ ഇതിൽ പറയുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെല്ലാ പ്രാർത്ഥനയും പിന്തുണയും ഇതുപോലെ ഇത് വന്ന പോലെ തന്നെ ഇനിയും നിങ്ങളെ പിന്തുണയും പ്രാർത്ഥനയും വേണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.